ഹായ് സ്റ്റുഡൻസ്, എല്ലാവരും നല്ല അടിപൊളിയായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരെയും എജു താലിമിൻ്റെ SGOU ഫസ്റ്റ് സെമസ്റ്റർ BComലെ നമ്മുടെ പ്രധാനപ്പെട്ടുള്ളൊരു പേപ്പറല്ല ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന പേപ്പറിൻ്റെ ലൈവ് സെഷനിലോട്ട് ക്ഷണിക്കുകയാണ്. അപ്പോൾ നമുക്ക് സപ്ലിമെൻ്ററി ഉള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും ഇനിയിപ്പോൾ അടുത്ത ബാച്ചിലോട്ടൊക്കെ പഠിച്ച് ഇപ്പം അടുത്ത് തന്നെ 2-4 മാസത്തിനുള്ളിൽ എക്സാം വരാൻ പോകുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു സെഷനുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. കംപ്ലീറ്റ്ലി ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെ പൊളിച്ചെടുക്കുക, ഇതിൽ നിന്ന് എക്സാം ഓറിയന്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ അനലൈസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ടൈപ്പിലാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനുമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. അതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്ത് അവരോടും ജോയിൻ ചെയ്യാനൊക്കെ പെട്ടെന്ന് പറയാം. അപ്പൊ നമുക്ക് ഒരു 2 മിനിറ്റ്സിലുള്ള, അതായത് ഏകദേശം 7:40 നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അതിനോട് മുന്നോടിയായിട്ട് എങ്ങനെയാണ് നമ്മുടെ എക്സാം വരുന്നത്, എന്താണ് എക്സാമിന്റെ പാറ്റേൺ, എത്രയൊക്കെ മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. നമുക്ക് 30 മാർക്ക് എന്താണ്, നമുക്ക് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ കേസാണ് പറയുന്നത് കേട്ടോ. നമുക്ക് നമ്മളുടെ പേപ്പറിന്റെ ടൈപ്പ് ക്രെഡിറ്റിനനുസരിച്ച് മാർക്കിന് വ്യത്യാസമുണ്ട്. നമുക്ക് 30% എന്ത് ചെയ്യുന്നത് TMAക്ക് വരുന്ന കാര്യം എന്ന് പറയുന്നത്. TMA 30, അനലറ്റിക്കലിന് 15, ഡിസ്ക്രിപ്റ്റീവിന് 15, അങ്ങനെയാണ് വരുന്നത്. ബാക്കി 70% മാർക്ക്, അതായത് 100-ൽ 30%, അതായത് 30 മാർക്ക് TMA, ബാക്കി 70 മാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സാം ആയിട്ടാണ് നമുക്ക് വരുന്നത്. ഈ എക്സാം നമുക്ക് വെറുതെ അങ്ങോട്ട് എന്തില്ല നമുക്ക് വരുന്നല്ല, പക്ഷെ നമുക്ക് അവിടെ തിയറി ആണെന്നുണ്ടെങ്കിലും പ്രോബ്ലം ആണെന്നുണ്ടെങ്കിലും എല്ലാം വരുന്നുണ്ട്. ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ നോക്കി വെച്ചാൽ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 5 മാർക്സ് ക്വസ്റ്റ്യൻ ഉണ്ടാവും, 10 മാർക്കിന്റെ essay ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതായത് ABCD 4 സെക്ഷനുകളായിട്ടാണ് നമുക്ക് എന്തുള്ളത്, നമുക്കിത് വരുന്നത്. കോൾഡ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. കുറച്ചായിട്ട് നമുക്ക് കുറച്ച് സെഷൻസ് നടന്നുകൊണ്ടിരിക്കണം. അതിന് ചെറിയൊരു സൗണ്ടിൽ പോയതിൻ്റെ ഒരു ഇഷ്യൂ ആണ്. പിന്നെ ക്ലൈമറ്റ് ഒക്കെ നല്ല മഴയൊക്കെ ആണല്ലോ, അതിൻ്റെതാണ്. എങ്കിലും യാതൊരു പ്രശ്നവുമില്ല. നമ്മൾ നേരത്തെ വന്നിട്ടുള്ള എന്താ വെച്ചാൽ എക്സാമിന് കുട്ടികൾക്ക് നന്നായിട്ട് പഠിച്ച് ഒരുങ്ങാൻ വേണ്ടി സാധിക്കണം. അതിന് വേണ്ടിയിട്ടാണ്. കാരണം ലാസ്റ്റ് ടൈമിലോട്ട് നിന്നിട്ട് അവർക്ക് എന്തെങ്കിലും എക്സാമിന് ലേറ്റ് ആവാൻ പാടില്ല. നേരത്തെ പഠിച്ചു തുടങ്ങാം. നമുക്ക് 27-ാം തീയതിയാണ് വരുന്നത് തോന്നുന്നു. 27-ാം തീയതി എക്സാം ആണ്. അപ്പൊ നന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അതിന് ജോയിൻ ചെയ്ത് നന്നായിട്ട് പഠിക്കാൻ സാധിക്കണം. ഓക്കെ, അപ്പൊ ഐ തിങ്ക് നല്ല സൗണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓഡിയബിൾ ആണെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു 70 മാർക്ക് നമുക്ക് എക്സാമിൽ വരുന്നത്. ഇതിൽ 30% നമുക്ക് വേണ്ടത്. അപ്പോൾ 33% നമുക്ക് പാസ്സാവാൻ വേണ്ട. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, തിയററ്റിക്കൽ ഡയറക്റ്റ്ലി പാസ്സാവും. അപ്പോൾ നമുക്ക് 1 മാർക്കിന്റെ A എന്ന് പറയുന്ന സെഷനിൽ നിന്ന് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. B എന്ന് പറയുന്ന സെഷനിൽ നിന്ന് നമുക്ക് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. Cയിൽ നിന്ന് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. Dയിൽ നിന്ന് 10 മാർക്കിന്റെ ക്വസ്റ്റ്യനുമാണ് ഉണ്ടാവുക. 10 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാനുണ്ടാവുക, ആൻസർ ചെയ്യാനുണ്ടാവുക. 5 മാർക്കിന്റെ 6 ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാനുണ്ടാവും, ആൻസർ ചെയ്യാനുണ്ടാവും. 5 മാർക്കിന്റെ 6 ക്വസ്റ്റ്യൻസുമാണ് നമുക്ക് ആൻസർ ചെയ്യാനുണ്ടാവുക. പിന്നെ 1 മാർക്കിന്റെ നമുക്ക് 10 ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. അതിൽ നമ്മൾ 8 ക്വസ്റ്റ്യൻസിനാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ 20, 30, 50, 58 ബാക്കി നമ്മൾ എത്രയാണ് ചെയ്യേണ്ടത്, ബാക്കി നമുക്ക് വരുന്ന സമയത്ത് 3 ക്വസ്റ്റ്യൻസ് അല്ലേ, 3 ക്വസ്റ്റ്യൻസ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും 2 മാർക്കിന്റെ ആണ് നമുക്ക് വരുന്നത്. അതിൽ നമ്മൾ എന്തുണ്ടായിരിക്കും, 3 സെന്റൻസിൽ നമ്മൾ ആൻസർ ചെയ്യണം. അതിൽ നമുക്ക് വരുന്നത് എത്രയാണ്, 6 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടി വരിക. അതായത് 1 മാർക്കിന്റെ 10 ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൽ 8 ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യണം. അതേപോലെ 2 മാർക്കിന്റെ നമുക്ക് വരുന്നത് 8 ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൽ 6 ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യണം. ഇനി 5 മാർക്കിന്റെ 8 ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൽ 6 ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യണം. 10 മാർക്കിന്റെ 4 ക്വസ്റ്റ്യൻ തരും, അതിൽ 2 ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യണം. അതിൽ തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ടാവും, പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അപ്പം ഇങ്ങനെയാണ് നമ്മളുടെ എക്സാമിന് വരുന്ന പേപ്പറിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ പ്രീവിയസ് ഇയറിൽ നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും ഈ നോട്ട്സ് കാര്യങ്ങളൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു ക്ലാസ്സിന് ശേഷം നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്താൽ മതി. ഒപ്പം ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി ചാനൽ ലിങ്ക് കൂടി പിൻ ചെയ്ത് വെക്കാം. നിങ്ങൾ അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ അപ്ഡേഷൻസും കമ്മ്യൂണിറ്റി ചാനലിലൂടെ കിട്ടും കേട്ടോ.
അപ്പോൾ ഇവിടെ നമുക്ക് 8 മാർക്ക് കിട്ടും, ഇവിടെ നമുക്ക് 12 മാർക്ക് കിട്ടും, ഇവിടെ നമുക്ക് 30 മാർക്ക്, ഇവിടെ നമുക്ക് 20 മാർക്ക്. ഇങ്ങനെ ടോട്ടൽ എത്രയാണ്? 70 മാർക്കിനാണ് നമുക്ക് എന്ത് വരുന്നത്? നമ്മളുടെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ്ലി വരുന്നത് കേട്ടോ. ഈ 70 മാർക്കിൽ നമുക്ക് ഏകദേശം 24 മാർക്ക് നേടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേറെ ഒന്നും നോക്കാൻ നമുക്ക് പാസ്സാവാൻ സാധിക്കും എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ അസൈൻമെന്റ് കറക്റ്റ് എന്ത് ചെയ്യുക ടൈമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കും. സോ അതാണ് നിങ്ങളോട് തുടക്കത്തിലേ പറയാനുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 2026 ഫസ്റ്റ് സെമ്മിലെ എക്സാം, 2026 സ്റ്റുഡൻസ് അല്ല, 26 നടക്കുന്ന എക്സാമിനേഷനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ അതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാനാണ്? സി മാർക്സ് ഇല്ലാതെയാണ് നമുക്ക് ഈ ഒരു മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു കാര്യം നോക്കണ്ട. അത് ഏകദേശം 21-22 മാർക്ക് കിട്ടി നമ്മൾ പാസ്സാവും. 24 കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും നോക്കേണ്ട കേസിൽ നമ്മൾ നന്നായിട്ട് പാസ്സാവും. നമുക്ക് ഡി ഗ്രേഡിന്റെ മുകളിലോട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ആ 24 എന്നുള്ള പറഞ്ഞത്. കാരണം നമ്മൾ എപ്പോഴും 21 മാർക്കിന് ഫോക്കസ് ചെയ്താൽ ഒരു മാർക്ക് കുറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫെയിൽ ആവും. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി എന്ത് ചെയ്യുക? അപ്പറിലോട്ട് ഫോക്കസ് ചെയ്യുക. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ എ സെക്ഷൻ ആയിരിക്കും. സെക്ഷൻ എ ആണ്. നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നത്? ഒരു 10 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ആൻസർ എനി 8 ഓഫ് ദി ഫോളോവിങ് ക്വസ്റ്റ്യൻ ഇൻ 1 വേർഡ് ഓർ എ സെന്റൻസ്. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് കുറേ വാരി വലിച്ചൊന്നും എഴുതരുത്. ഇപ്പോൾ ഡെഫിനിഷൻ ഓഫ് അക്കൗണ്ടിങ് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡിഫൈൻ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ആ ഡെഫിനിഷൻ എഴുതി അവിടെ നിർത്തുക, അല്ലാതെ ഒരുപാട് എഴുതാൻ പോകരുത്. അത് കാരണം എന്താണ്? 1 മാർക്കിനില്ല ക്വസ്റ്റ്യൻ ഉള്ളൂ. അപ്പോൾ 1 മാർക്കിന്റെ ആൻസർ എഴുതിയാൽ മതി. അപ്പൊ അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ ദ ടേം ഓഫ് അക്കൗണ്ടിങ്. എന്താണ് അക്കൗണ്ടിങ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം അക്കൗണ്ടിങ്ങിന് ഒരു ഡെഫിനിഷൻ ഉണ്ട്. അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ ഇൻ ടേംസ് ഓഫ് മണി ഓർ മണി ട്രാൻസാക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്തുണ്ട്? നമ്മൾ കറക്റ്റ് ഒരു ഡെഫിനിഷൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഡെഫിനിഷൻ എഴുതാം, കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതിയാൽ മതി. എങ്ങനെ എഴുതേണ്ടത്? അക്കൗണ്ടിങ് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് ദ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസിന്റെ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനെ എന്ത് ചെയ്യാണ്? ഒരു ബിസിനസിന്റെ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഇൻ ടേംസ് ഓഫ് എന്താണ്? ക്യാഷിൽ മെഷർ ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ മണി രൂപത്തിൽ മെഷർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനെ റെക്കോർഡ് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു, സമ്മറൈസ് ചെയ്യുന്നു. അതിന്റെ റിസൾട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഇന്റർപ്രറ്റ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇതാണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപിളി നമുക്ക് ഈ ഒരു ഡെഫിനിഷൻ എഴുതി കൊടുക്കാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ ഇത്രേ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? 1 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ശ്രദ്ധിക്കണം, 1 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദി അക്കൗണ്ടിങ് കോൺസെപ്റ്റ് അസ്യൂം ദാറ്റ് ബിസിനസ് വിൽ കണ്ടിന്യൂ ഫോർ എ ഫെയർലി ലോങ് ടൈം ടു കം. അതായത് ഒരു ബിസിനസ് ലോങ് ടൈമിലോട്ട് എന്ത് ചെയ്യും? കണ്ടിന്യൂ ചെയ്യും എന്ന് പറയുന്ന അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ഏതാന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചത്. ദാറ്റ് ഈസ് ഗോയിങ് കൺസേൺ പ്രിൻസിപ്പിൾ, അതായത് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് പറയും. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുകയാണ്, എന്താണ് ഒരു ബിസിനസ് അതിന്റെ ഓണറും തമ്മിൽ രണ്ടും രണ്ടാണ്. ഒരു ബിസിനസ് അതിന്റെ ഓണറെ എന്തായിട്ടാണ് കാണുന്നത്? ക്രെഡിറ്റർ ആയിട്ടാണ് കാണുന്നത് എങ്കിൽ എന്താണ് പറയുക? ഓക്കെ, നമ്മുടെ കഴിഞ്ഞ ലൈവിന്റെ പ്രിൻസിപ്പൽ മാർക്കറ്റിംഗിൽ സാർ തന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു. യെസ്, താങ്ക് യു. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ലൈവുകളുടെ ഒക്കെ നമുക്കിപ്പോൾ നമ്മൾ 1-2 യൂണിവേഴ്സിറ്റിയുടെ ലൈവുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിലൊരു ലൈവിന്റെ ഒരു ഫീഡ്ബാക്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റിംഗിൽ എന്ത് ചെയ്യുക? നമ്മൾ പറഞ്ഞിട്ടുള്ള ലൈവുകളിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി വന്നു എന്നുള്ളതാണ് പറഞ്ഞത്. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ഫീഡ്ബാക്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? അക്കൗണ്ടിങ്ങിൽ എന്ത് ചെയ്യാണ്? ആ ബിസിനസ്സും അതിൻ്റെ ഓണറും സെപ്പറേറ്റ് ആണ്, 2 ലീഗൽ എൻറ്റിറ്റി ആണ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ബിസിനസ് അതിൻ്റെ ഓണേഴ്സിന് ക്രെഡിറ്റേഴ്സ് ആണ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഏതാണ്, അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഏതാണ്? എല്ലാവരും ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ. ഒരു ബിസിനസ്സും അതിൻ്റെ ഓണേഴ്സും രണ്ടും രണ്ടാണ്. അതുപോലെ തന്നെ ബിസിനസ്സും അതിൻ്റെ ഓണേഴ്സും രണ്ടാണ്, അല്ലെങ്കിൽ ബിസിനസ് അതിൻ്റെ ഓണേഴ്സിനെ ക്രെഡിറ്റേഴ്സ് ആയിട്ടാണ് എന്ത് ചെയ്യുക? ട്രീറ്റ് ചെയ്യുക. ഏതാണ് ആ ഒരു കോൺസെപ്റ്റ് എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. പറയുന്നവർക്ക് എത്രയും പെട്ടെന്ന് കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇതിന് ശേഷം കാണുന്നവരും ഈ ഒരു ആൻസർ കമന്റ് ചെയ്യുക.
മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത്തരത്തിൽ വേണം നമ്മൾ ഓരോ കോൺസെപ്റ്റും നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ട്. യെസ്, ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ആണ് അതെന്ന് പറയുന്നത്. അതിൻ്റെ ഓണറും ബിസിനസ്സും രണ്ടും രണ്ടാണ്. അതുപോലെ തന്നെ ഒരു ബിസിനസ് അതിൻ്റെ ഓണേഴ്സിനെ ക്രെഡിറ്റേഴ്സ് ആയിട്ടാണ് എന്ത് ചെയ്യുക, ട്രീറ്റ് ചെയ്യുക. അതാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്താണ് കോൺസെപ്റ്റ്. എന്താ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ജസ്റ്റ് പറഞ്ഞു പോവാണ് കേട്ടോ. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന അസെറ്റ്സ് ഒക്കെ എന്ത് ചെയ്യും, പർച്ചേസിങ്ങിന്റെ അതിന്റെ ഒറിജിനൽ കോസ്റ്റ് ആണ് റെക്കോർഡ് ചെയ്യുക. കാരണം എന്താണ്, നമ്മൾ അവിടെ പറയുന്നത് ചേഞ്ച് ഇൻ മാർക്കറ്റ് വാല്യൂ ആർ ജനറലി ഇഗ്നോർ അണ്ട് റിയലൈസേഷൻ. നമ്മളവിടെ എന്ത് ചെയ്യുക, പാസ്റ്റ് കോസ്റ്റ് ഓൾറെഡി ഇൻകർ ചെയ്ത കോസ്റ്റിലാണ് നമ്മൾ എന്ത് ചെയ്ത് അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുക. ഇനി ഏതൊരു ട്രാൻസാക്ഷൻ രണ്ട് എഫക്റ്റ് ഉണ്ടാവും, ഒരു ഡെബിറ്റിന് കറസ്പോണ്ടിങ് ഈക്വൽ ആയിട്ടുള്ള ക്രെഡിറ്റ് ഉണ്ടാവും എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഏതാണ് എന്നുള്ളതാണ് നമ്മളുള്ള ചോദ്യമെങ്കിലോ അവിടെ നമ്മൾ എഴുതേണ്ട കോൺസെപ്റ്റ് ആണ് ഏതാണ്. എല്ലാവരും അത് കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഞാൻ എൻ്റെ ആൻസർ പറയുന്നില്ല, അതിൻ്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യാം. അപ്പോൾ അതാണ് നമ്മളുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? State the equation used to find out the sacrificing ratio at the time of an admission of a new partner. അതായത് ഒരു ന്യൂ പാർട്ട്ണറെ നമ്മൾ നമ്മൾ അഡ്മിറ്റ് ചെയ്യുക. എന്താണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ? രണ്ടോ അതിലധികമോ വ്യക്തികൾ കൂടി ചേർന്നുകൊണ്ട് ഒരു കോമൺ ഇൻട്രസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഫോം ചെയ്യുന്ന ബിസിനസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് അല്ലേ. രണ്ടോ അതിലധികമോ വ്യക്തികൾ എന്താണ് കോമൺ ഇൻട്രസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഫോം ചെയ്യുന്ന ഒരു പുതിയ ബിസിനസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, പാർട്ട്ണർഷിപ്പ് എന്ന് പറയാം. എല്ലാവരും അത് ഓർത്തിരിക്കുക കേട്ടോ. പാർട്ട്ണർഷിപ്പ് എന്താന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ പാർട്ട്ണർഷിപ്പ് എന്താ നമ്മൾ പഠിച്ചല്ലോ. ഈ പാർട്ട്ണർഷിപ്പില് നമ്മളൊരു പുതിയ ആളെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുകയാണ്. അപ്പൊ ഈ പാർട്ട്ണർഷിപ്പ് പ്രവർത്തിക്കുന്ന എന്തിനെ ബേസ് ചെയ്തില്ല? പാർട്ട്ണർഷിപ്പ് ഡീഡിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ഡീഡിലൊക്കെ നമുക്ക് പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അപ്പോൾ നമ്മുടെ ബിസിനസ്സിലോട്ട് നമ്മളൊരു പുതിയ പാർട്ട്ണർ എന്താണ് നമ്മൾ അഡ്മിറ്റ് ചെയ്യുകയാണ്. അതാണ് അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഇത്രയും കാലം എന്തായിരുന്നു, 40% ഷെയർ എയുടെ കയ്യിലായിരുന്നു, ബിയുടെ കയ്യിലായിരുന്നു ബാക്കി 60% ഷെയർ. അപ്പോൾ 20% ഷെയർ വാങ്ങിക്കൊണ്ട് സി എന്ന പാർട്ട്ണർ നമ്മുടെ ബിസിനസ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവരെ കയ്യിൽ നിന്ന് വേണമല്ലോ ഷെയർ കിട്ടാൻ, കാരണം ഇവരെ കയ്യിലാണല്ലോ ഫുള്ള്. അപ്പോൾ ഇവർ ഓരോരുത്തരും എത്ര ശതമാനം ഷെയർ ആണ് സാക്രിഫൈസ് ചെയ്തത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ എങ്ങനെയാണ് ആ റേഷ്യോ കണ്ടുപിടിക്കേണ്ടത്? അതായത് ഓരോരുത്തരും എത്രയാണ് സാക്രിഫൈസ് ചെയ്ത് കൊടുത്തിട്ടുള്ള റേഷ്യോ കണ്ടുപിടിക്കേണ്ട രീതി എന്താണ് എന്നുള്ളതാണ് നമ്മളോടുള്ള ചോദ്യം. അല്ലെങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്താണെന്നുള്ളത്. ഇക്വേഷൻ എങ്ങനെ വരിക? സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് റേഷ്യോ, അതായത് ഒരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേയുള്ള ഓൾഡ് റേഷ്യോ മൈനസ് പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്തതിന് ശേഷമുള്ള ന്യൂ റേഷ്യോ എന്നാണ് നമ്മൾ ചെയ്യേണ്ടത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പൊ അതെന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് എന്ത് ചെയ്യാനുണ്ടാവും, നമുക്ക് ഇത് കൂടാതെ എക്സാമിന് ഈ 1 മാർക്കിന് അല്ലാതെ ഇത് ചോദിക്കും. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? സാക്രിഫൈസിങ് റേഷ്യോ ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ എന്നാണ് പറയുക. ഇനി അടുത്തൊരു ചോദ്യമാണ്, വാട്ട് ഈസ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ആൻഡ് വെൻ ഇറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ്? എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ്, എപ്പോഴാണ് അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്? ശരിക്കും എനിക്ക് എന്ത് ചെയ്താൽ ക്വസ്റ്റ്യൻസ് വെച്ചിരുന്ന് നിങ്ങൾക്ക് ആൻസർ പിന്നീട് കാണാം. പക്ഷെ ഞാൻ ഇവിടെ ആൻസർ കൂടി വെച്ചിട്ടുള്ളത് ഇത് പറയുന്ന സമയത്ത് അവിടെ ആൻസർ നിങ്ങൾ കാണുകയും വേണം, ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കും, അത് വായിക്കുകയും കൂടി വേണം. ആ ഒരു പ്രോസസ്സ് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. അപ്പോഴേ നമ്മുടെ ബ്രെയിനുള്ളിലോട്ട് അത് കയറുള്ളൂ. സാധാരണഗതിയിൽ എല്ലാം പറഞ്ഞിട്ട് ആൻസർ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത് വായിക്കാൻ നിൽക്കില്ല. നമ്മളുടെ ഒരു മെന്റാലിറ്റി അങ്ങനെയാണ്. നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും, അടുത്തിലോട്ട് പോകും. കാരണം നമ്മൾ ഇപ്പൊ ആരും എന്ത് ചെയ്യില്ല, 3 മണിക്കൂറിന്റെ സിനിമയേക്കാൾ കൂടുതലായിട്ട് 30 സെക്കൻഡിന്റെ റീൽസിനോടാണ് നമ്മൾ കൂടുതലായിട്ട് ഇതാക്കിയത്. കാരണം ഞാൻ റീസെന്റ് ഇപ്പൊ ചെറിയൊരു റിസർച്ച് കാര്യങ്ങൾ ചെയ്തു. സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു സിനിമ നമുക്ക് എന്ത് ചെയ്യാണ്, യൂട്യൂബിൽ ഇടുന്നതാണോ അല്ലെങ്കിൽ 30 സെക്കൻഡിന്റെ കട്ട് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നതാണോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അത്തരത്തിൽ ഞാൻ കണ്ടു. അപ്പൊ ഞാൻ നോക്കിയ സമയത്ത് യൂട്യൂബിൽ ഇട്ട ആ വീഡിയോനേക്കാൾ റീച്ച് ചെയ്തിട്ടുള്ളത് ഏതിനാണ്, നമ്മളുടെ എവിടെ ഇട്ടുള്ള വീഡിയോയ്ക്കാണ്, ഇൻസ്റ്റാഗ്രാമിലുള്ള വീഡിയോ അല്ല. അവിടുന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ഇന്നത്തെ ന്യൂ ജൻ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ ഒക്കെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് 30 സെക്കൻഡ് വീഡിയോയിലോട്ടാണ് അഡിക്റ്റ്, അല്ലാതെ മണിക്കൂർ കണക്കിനുള്ള വീഡിയോ അല്ല. നമ്മൾ അതിന്റെ കുറേ വീഡിയോസ് ഉണ്ടെങ്കിൽ നമ്മൾ കാണും, പാർട്ട് തിരഞ്ഞുപിടിച്ച് കാണും.
പക്ഷെ നമ്മൾ അതിലോട്ടാണ് അഡിക്റ്റ്. സോ നമ്മൾ എന്ത് ചെയ്യാം, കാണുന്ന ആ സമയത്ത് എല്ലാം കറക്റ്റ് ആയിട്ട് വായിച്ചിട്ട് പോവാട്ടോ. അപ്പൊ നമ്മളുടെ അടുത്തൊരു ചോദ്യമാണ്, എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ്, അത് എപ്പോഴാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യല്, ഏത് വർഷമാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളതാണ് ചോദ്യം. നമുക്കറിയാം ഇന്ത്യയിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്തിനു വേണ്ടിയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്, യൂണിഫോമാലിറ്റി നമുക്ക് കൊണ്ടുവരുന്നത് അല്ലേ. എല്ലാ ബിസിനസ്സും ഒരേ രീതിയിൽ എന്ത് ചെയ്യണം, അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ASB വന്നിട്ടുള്ളത്. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് എന്ത് ചെയ്യാണ്, സെറ്റ് ചെയ്യുന്നത് ICAI ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യും, അപ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ അത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആയിട്ട് മാറുകയാണ് ചെയ്യുക. അപ്പൊ ASB അഥവാ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫോംഡ് ടു ഫോർമുലേറ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫോർമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ബോഡിയാണ് ഏതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനുള്ള അധികാരമുള്ള വ്യക്തികളാണ് ആരെന്ന് പറഞ്ഞ ASB എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് വാസ് ടു കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ആരാണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ഇൻ 1977. 1977 ആണ് ഏത് ചെയ്തുള്ളത്, ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യല്. ഇത് BGOC 131 അല്ല, ഇത് SGOE ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എന്താണ് ഫൈനാൻഷ്യൽ അക്കൗണ്ട് ഫസ്റ്റ് സെമസ്റ്ററിലെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്നുള്ള പേപ്പറാണ് കേട്ടോ. ഇത് BCOC 131 ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. രണ്ട് യൂണിവേഴ്സിറ്റി സെയിം പേപ്പേഴ്സ് ആണ്, കുറച്ച് കാര്യങ്ങളെ വ്യത്യാസമുള്ളൂ. നിങ്ങൾക്കും ഇത് കണ്ട് പഠിക്കാവുന്നതാണ് കേട്ടോ. സെയിം ആയിട്ട് തന്നെയുള്ള കാര്യങ്ങൾ ഇതിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ്. എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ്? 1977 ICAI ആണ് എന്തിനെ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത്? ഇത് ബോഡി ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള എന്തിനു വേണ്ടിയിട്ടാ, ഇന്ത്യയിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്ത ചോദ്യമാണ്, നെയിം ദ ആക്ട് ദാറ്റ്സ് ഗവേൺ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ പാർട്ട്ണർഷിപ്പ് നമുക്ക് എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ ഗവേൺ ചെയ്യുന്നത് 1932 പാർട്ട്ണർഷിപ്പ് ആക്ട് ആണ്. ഓർത്ത് വെക്കാട്ടോ, 1932 പാർട്ട്ണർഷിപ്പ് ആക്ട് ആണ് ഇന്ത്യയിൽ എന്ത് ചെയ്യുക, പാർട്ട്ണർഷിപ്പിനെയും കാര്യങ്ങളൊക്കെ ഗവേൺ ചെയ്യുന്നത്. ഏതാണ്? 1932 പാർട്ട്ണർഷിപ്പ് ആക്ട്. ഇനി നിങ്ങൾക്ക് ഇത് ചോദിച്ചു, ഈ ക്വസ്റ്റിൽ നിങ്ങൾക്ക് എന്തറിയില്ല, ഇയർ നിങ്ങൾക്ക് ഓർമ്മയില്ല, 1952 ആണോ 32 ആണോ ഓടുന്നത്, ആ ഇയർ അവിടെ വിട്ടേക്കൂട്ടോ. ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് എന്ന് എഴുതിയാൽ മതി, അവിടെ ഇയർ എഴുതിയിട്ട് തെറ്റിക്കരുത്. ഇയർ എഴുതുകയാണെങ്കിൽ അത് കറക്റ്റ് ആയിരിക്കണം, അത് നിങ്ങൾ ശ്രദ്ധിക്കാട്ടോ. അടുത്തൊരു കോൺസെപ്റ്റ് ആണ് ഡിഫൈൻ ദ കോസ്റ്റ് കോൺസെപ്റ്റ് ഇൻ അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൽ കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാം ഒരു മാർക്കിന്റെ ആണ്, അത് ശ്രദ്ധിക്കണം കേട്ടോ. എന്താണ് അക്കൗണ്ടിങ്ങിൽ കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, ദ കോസ്റ്റ് കോൺസെപ്റ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് അസെറ്റ്സ് ആർ റെക്കോർഡ് ഇൻ ദ ബുക്സ് അറ്റ് ദെയർ ഒറിജിനൽ പർച്ചേസ് പ്രൈസ്. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള നേരത്തെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു കോൺസെപ്റ്റ് പറഞ്ഞു, ആ കോൺസെപ്റ്റ് ആണ് ഇവിടെ പറയുന്നത്. നമ്മുടെ അസെറ്റ്സ് കാര്യങ്ങൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ അത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താണോ കോസ്റ്റ് ഉണ്ടായിട്ടുള്ളത് ആ ഒറിജിനൽ കോസ്റ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഒറിജിനൽ പർച്ചേസ് പ്രൈസിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക, അല്ലാതെ അതിന്റെ കറണ്ട് മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസിലോ അല്ല എന്ന് പറയുന്നതാണ് ഏതെന്ന് പറയുന്നത് നമ്മളുടെ കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഏതൊക്കെ പറഞ്ഞു, അക്കൗണ്ടിങ് എന്താന്ന് പറഞ്ഞു, അതിനുശേഷം ഒരു കുറച്ച് കോൺസെപ്റ്റ് നോക്കി, അതിനുശേഷം സാക്രിഫൈസിങ് ഇക്വേഷൻ നോക്കി, അതിനുശേഷം നമ്മൾ എന്ത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡിനെ കുറിച്ച് നോക്കി, അതിനുശേഷം നമ്മൾ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ടിനെ കുറിച്ച് നോക്കി, അതിനുശേഷം ഇപ്പോൾ കോസ്റ്റിനെ കുറിച്ച് നോക്കി. 6 ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി. നെക്സ്റ്റ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഡേയ്സ് ഓഫ് ഗ്രേസ് അലൗഡ് ഫോർ കാൽക്കുലേറ്റിംഗ് ദ മെച്യൂരിറ്റി ഡേറ്റ് ഓഫ് എ ബിൽ. മെച്യൂരിറ്റി ഡേറ്റ് ഓഫ് എ ബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു 1 month മെച്യൂരിറ്റിയിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇത് ഇഷ്യൂ ചെയ്യുന്നത്. 1/4/2026 ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഈ ബില്ല് ഇഷ്യൂ ചെയ്തു. 1 month ആണല്ലോ മെച്യൂരിറ്റി. അപ്പോൾ മെച്യൂരിറ്റി എന്ന് പറയുമ്പോൾ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് എന്തായിരിക്കും വരിക, ആ ഏപ്രിൽ കഴിഞ്ഞു 1/5/2026 ആണ് 1 month നമ്മൾ പറയുന്ന സമയത്ത് വരിക. അപ്പൊ നമ്മൾ ഇത് എന്താണ്, നോർമൽ ഡ്യൂ ആണ്. ഇതിന്റെ മെച്യൂരിറ്റി ഡേറ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, 1/4/2026 മുതൽ 1/5/2026 വന്നു, പ്ലസ് 3 days കൂട്ടും. അതാണ് ഗ്രോസ് എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്, ഗ്രോസ് റേസ് എന്ന് പറയുന്നത്. ഗ്രോസ് അല്ലെ, ഗ്രേസ് ആണ്, ഗ്രേസ് ഡേയ്സ് എന്ന് പറയും. ഇതിനെ വിളിക്കുന്ന പേരാണ് ഗ്രേസ് ഡേയ്സ്. ഓർത്ത് വെക്കുക കേട്ടോ, ഗ്രേസ് ഡേയ്സ് എന്നാണ് പറയുക. അപ്പൊ 3 ദിവസം കൂടിയും കൂട്ടിയിട്ട്
4/5/2026 ആയിരിക്കും എന്തെന്ന് പറയുന്നത് ഇതിന്റെ എന്താണ് ഡ്യൂ ഡേറ്റ് അല്ലെങ്കിൽ മെച്ചൂരിറ്റി ഡേറ്റ് എന്ന് പറഞ്ഞത്. ഈ 3 ദിവസത്തിനാണ് നമ്മൾ ഗ്രേസ് ഡേയ്സ് എന്ന് പറയാം. ഇനി നമുക്ക് ഈ ഹോളിഡേയ്സും കാര്യങ്ങളൊക്കെ മുന്നോട്ട് അറിയിച്ചാൽ അതിന് തൊട്ട് മുന്നത്തെ വർക്കിംഗ് ഡേ ആയിരിക്കും നമ്മളുടെ മെച്ചൂരിറ്റി ഡേയ്സ് എന്ന് പറഞ്ഞത്. 4-ാം തീയതി ഹോളിഡേ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും 3-ാം തീയതി ആയിരിക്കും നമ്മളുടെ ആ ഒരു സിറ്റുവേഷൻസിൽ മാത്രം എന്ത് ചെയ്യുക നമ്മളുടെ മെച്ചൂരിറ്റി ഡേറ്റ്. അത് ഏത് കേസിലും മാത്രമാണ്, മുൻകൂട്ടിയുള്ള കലണ്ടറിലുള്ള അവധികൾക്ക് മാത്രം. നോർമൽ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വരില്ല കേട്ടോ. അതാണ് അവിടെ ഈ ഫണ്ടമെന്റൽസ് ഓഫ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് അല്ലേ, നമുക്ക് ക്ലാസ്സുകൾ വരുന്നുണ്ട്. അടുത്ത ദിവസങ്ങൾ അതിന്റെ ക്ലാസ്സുകൾ വരും കേട്ടോ. ഫണ്ടമെന്റൽസിന്റെ ബാക്കി എല്ലാ MCOM പേപ്പേഴ്സിന്റെ ഒക്കെ വരുന്നുണ്ട്. നെക്സ്റ്റ്, മെൻഷൻ 1 റീസൺ ഫോർ ചാർജിങ് ഡിപ്രീസിയേഷൻ ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. എന്താണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നതിനുള്ള റീസൺ എന്നുള്ളതാണ് നമ്മളോടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്. എക്സ്പ്ലെയിൻ ദ റീസൺസ് അല്ലെ ചാർജിങ് ഡിപ്രീസിയേഷൻ. എന്തുകൊണ്ടാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്? അപ്പൊ എന്താണ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു അസറ്റിന്റെ വാല്യൂവിൽ ഉണ്ടാകുന്ന പെർമനന്റ് ആയിട്ടുള്ള റിഡക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. എന്താണ്? ഒരു അസറ്റിന്റെ വാല്യൂവിൽ ഉണ്ടാവുന്ന പെർമനന്റ് ആയിട്ടുള്ള കുറവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ എന്ന് പറയുക. ഈ ഡിപ്രീസിയേഷൻ കാരണങ്ങൾ ഒരുപാടുണ്ട്. ഒന്ന് അതിന് ഡാമേജ് വരുന്നതായിരിക്കാം, ഒന്ന് കാലപ്പഴക്കം അഥവാ ഒബ്സലസൻസ് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ അത് എന്തായിട്ട് പോകുന്നതായിരിക്കാം, വിയർ ആൻഡ് ടിയർ കൊണ്ടായിരിക്കാം, ടെക്നോളജി ലാപ്സ് ആവുന്നതാണ്. അങ്ങനെ ഒരുപാട് കാരണം കൊണ്ട് എന്ത് ചെയ്യാം ഡിപ്രീസിയേഷൻ സംഭവിക്കാം. അപ്പോൾ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്? റിഡക്ഷൻ ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ് ആണ് ഫിക്സഡ് അസറ്റ് ഡ്യൂ ടു വിയർ ആൻഡ് ടിയർ, ഒബ്സലസൻസ്, ഡാമേജ്, ആക്സിഡന്റ്, ഇത്തരത്തിലൊക്കെ വരയ്ക്കുമ്പോൾ ആ ഒരു അസറ്റിന്റെ മാർക്കറ്റ് വാല്യൂ കുറയുകയാണ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഡിപ്രീസിയേഷൻ, എന്താണ് ഡിപ്രീസിയേഷൻ റീസൺ, അത് രണ്ടും പറഞ്ഞു. ഇനി ഈ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ 2 മെത്തേഡ്സുകൾ മെയിൻലി നമുക്ക് പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ്? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡും റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. 2 മെത്തേഡ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് SLR മെത്തേഡ് എന്ന് പറയും, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. എല്ലാ വർഷവും എന്തായിരിക്കും അതിന്റെ ഡിപ്രീസിയേഷൻ എമൗണ്ട്, ഡിപ്രീസിയേഷൻ ഇൻസ്റ്റാൾമെന്റ് എന്തായിരിക്കും, ഡിപ്രീസിയേഷൻ എമൗണ്ട് സെയിം ആയിരിക്കും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഡിപ്രീസിയേഷൻ എമൗണ്ട് സെയിം ആയിരിക്കും ഏത് വർഷമായിരിക്കുകയാണെങ്കിലും. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഡിപ്രീസിയേഷൻ ഈക്വൽ ടു എന്താണ്? അസറ്റിന്റെ വാല്യൂ മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ ലൈഫ് ഓഫ് അസറ്റ് ചെയ്തു. അതായത് ഒരു എക്സാമ്പിൾ പറയുക, അസറ്റിന്റെ വാല്യൂ എന്ന് പറഞ്ഞത് 80,000 ആണ്. സ്ക്രാപ്പ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രാപ്പ് വാല്യൂ ഓർത്തിരിക്കാം. ഒരു അസറ്റ് അതിന്റെ ഇപ്പൊ നമുക്കിവിടെ 80,000 ആണ്. 5 വർഷമാണ് എന്ത് ചെയ്യുന്നത് അതിന്റെ ലൈഫ് പറഞ്ഞിട്ടുള്ളത്. ആ 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വിൽക്കുമ്പോൾ 6,000 രൂപ കിട്ടും. അതായത് ഒരു അസറ്റ് അതിന്റെ ലൈഫ് എന്ത് ചെയ്യാണ് എൻഡ് ചെയ്യുന്ന സമയത്ത്, അതായത് ലൈഫൊക്കെ എൻഡ് ചെയ്തു, ഇനി അത് ഉപയോഗിക്കാൻ പറ്റില്ല, അങ്ങനെ കാലഹരണങ്ങൾ വിട്ട് പോണ സമയത്ത് അത് വിൽക്കാൻ നേരത്ത് നമുക്ക് കിട്ടുന്ന എമൗണ്ടിനെയാണ് നമ്മൾ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയാം. കാറ് 15 വർഷം ഉപയോഗിച്ചു, ഇനി നമുക്ക് പുതുക്കാൻ പറ്റില്ല, റിന്യൂവൽ ഒന്നും ഇല്ല, ആ സമയത്ത് നമ്മൾ വിൽക്കുന്ന സമയത്ത് നമുക്കൊരു എമൗണ്ട് കയ്യിൽ കിട്ടുമല്ലോ, അതിനെയാണ് നമ്മൾ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയാം. എത്ര വർഷം നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റുമോ അതിനെ ലൈഫ് എന്ന് പറയും, അസറ്റിന്റെ ലൈഫ് എന്ന് പറയും. അപ്പൊ നമുക്ക് ഇവിടെ 5,000 കൊടുക്കാം, അപ്പൊ നമുക്ക് ചെയ്യാൻ സുഖമാണല്ലോ. അപ്പോൾ 75,000 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ 1, 2, 25, 20, 2, 0, 3, 0. അപ്പൊ എന്തായിരിക്കും? 15,000 രൂപയായിരിക്കും ഓരോ വർഷവും ഡിപ്രീസിയേഷൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട, നമുക്ക് റിട്ടേൺ ഡൗൺ ചെയ്യേണ്ടി വരിക. അതാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അവിടെ തന്നെ ഉള്ള ഡിപ്രീസിയേഷൻ മറ്റൊരു മെത്തേഡാണ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്ന് പറയാം. WDV റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്, അല്ലെങ്കിൽ ഡിമിനിഷിങ് എന്ത് ചെയ്യാണ് മെത്തേഡ് എന്ന് പറയാണ്ട്. ഡിമിനിഷിങ് ആയിട്ടുള്ള മെത്തേഡാണ് വരിക. കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് വർഷം ഇപ്പൊ എന്ത് ചെയ്യാണ്, നമ്മുടെ നോർമൽ കേസിൽ 15,000 രൂപയാണ്, നമുക്ക് സെയിം കേസിൽ 15,000 രൂപയാണ് എന്ത് ചെയ്യുന്നത് ഡിപ്രീസിയേഷൻ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് വന്നില്ലേ. ഇനി സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റിൽ നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് എങ്ങനെയായിരിക്കും? ഇപ്പൊ 10% ഡിപ്രീസിയേഷൻ എങ്കിൽ 75,000 അല്ലായിരുന്നു, ആ 75,000 നിന്ന് 15,000 നമ്മൾ കുറയ്ക്കും, ബാക്കി 60,000. ഈ 60,000ന്റെ 10%.
അതായത് 6000 രൂപ. അങ്ങനെ ഡിപ്രീസിയേഷൻ. ഇത് ഞാൻ ഇങ്ങനെ ഒരു ചെറിയ എക്സാമ്പിൾ എടുത്തുകൊണ്ടാണ് ഇത്ര വരുന്നത്. ഇത്ര വലിയൊരു ഡിഫറൻസ് ഒന്നും ഇല്ല, ചെറിയ ഡിഫറൻസ് ആണ് വരിക. അത് നമ്മൾ കറക്റ്റായ എമൗണ്ട് ഫസ്റ്റ് തൊട്ട് എടുത്ത് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഒരു എക്സാമ്പിളിൽ ഞാൻ വേണമെങ്കിൽ ചെയ്ത് കാണിച്ചില്ല, നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട. 80,000 ആണ് വരുന്നത്, 10% ഡിപ്രീസിയേഷൻ റേറ്റ് എന്ന് വരിക. ഫസ്റ്റ് ഇയറിൽ ഇതിന്റെ 10% 8,000 രൂപ ഡിപ്രീസിയേഷൻ വരും. സെക്കൻഡ് ഇയറിലോട്ട് വരുമ്പോൾ 80,000 മൈനസ് 8,000, അതായത് 72,000. അതിന്റെ 10% ആയിരിക്കും ഡിപ്രീസിയേഷൻ വരിക, അതായത് 7,200. ഇനി മൂന്നാമത്തെ പ്രാവശ്യത്തേക്ക് വരുമ്പോൾ എത്രയാണ്? 72,000 നിന്ന് നമ്മൾ എത്ര കുറയ്ക്കണം? 7,200 കുറച്ച് ആ കിട്ടുന്ന സംഖ്യയുടെ എന്തായിരിക്കും? ആ കിട്ടുന്ന സംഖ്യ ഇൻറ്റു 10/100 ആയിരിക്കും. അപ്പോൾ അതൊരു ഏകദേശം 6 സംതിങ് ആയിട്ട് വരും. അപ്പോൾ ഇങ്ങനെ ഡിപ്രീസിയേഷൻ ഓരോ വർഷം കഴിയുമ്പോൾ കുറഞ്ഞു വരുന്ന മെത്തേഡിനാണ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്ന് പറയാം. ഇവിടെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന എന്തിന്റെ ബേസിലായിരിക്കും? ബുക്ക് വാല്യൂയുടെ മുകളിലായിരിക്കും. എന്തിന്റെ ബേസിലാണ്? ബുക്ക് വാല്യൂ ബേസ് ആയിരിക്കും. ബുക്ക് വാല്യൂ ബേസ് ആയിരിക്കും. ഇവിടെ ഒറിജിനൽ കോസ്റ്റ് ബേസ് ആയിരിക്കും. ഒറിജിനൽ കോസ്റ്റ് ബേസ് ആയിരിക്കും വരിക. എന്തിനാണ് ഇങ്ങനെ എക്സാമ്പിൾ വെച്ച് പഠിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചിലപ്പോൾ എക്സാമിന് ഈ ഡിപ്രീസിയേഷൻ അത് 2 തരത്തിലെ ക്വസ്റ്റ്യൻ കൂടുതലും വരാറുള്ളത് തിയറിറ്റിക്കൽ ആണ്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡും റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന്റെ ഡിഫറൻസ് എഴുതാൻ വേണ്ടിയിട്ട്. അങ്ങനെ എഴുതുന്ന സമയത്ത് തിയറിറ്റിക്കൽ എഴുതും 5 മാർക്കിനെ ചോദിക്കാം. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത്തരത്തിൽ എക്സാമ്പിൾസ് എഴുതാം. ഇനി അത് പ്രോബ്ലം ആയിട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഇതൊരു ടേബിൾ ആക്കി വരച്ച് നമ്മൾ എന്ത് ചെയ്യും ചെയ്യുന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതെന്ത് ചെയ്യാം? നിങ്ങൾക്ക് ടേബിൾ ആക്കുകയും ചെയ്യാം. അതായത് മെഷീനറി അക്കൗണ്ട് നമ്മളവിടെ പ്രിപ്പയർ ചെയ്യണമെന്നുള്ള ഒരു കാര്യം മാത്രമേ വരുള്ളൂ കേട്ടോ. അപ്പൊ മെഷീനറി അക്കൗണ്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഈ ചെയ്ത കാര്യം എന്ത് ചെയ്യും? നമ്മളൊരു മെഷീനറി അക്കൗണ്ട് ആക്കിയിട്ട് വരയ്ക്കും. അക്കൗണ്ട് വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം, ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, എമൗണ്ട്, ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, എമൗണ്ട്. എന്നിട്ട് നമ്മൾ മെഷീനറി അക്കൗണ്ട് എന്ന് കൊടുക്കും. അങ്ങനെ കൊടുക്കുക, മെഷീനറി അക്കൗണ്ട് കൊടുക്കും. ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, എമൗണ്ട്, ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, എമൗണ്ട്, ഇങ്ങനെ വരിക. ഇനി അസറ്റ് ആണ്, അതിനെന്താണ്? ഡെബിറ്റ് ആണല്ലേ വരിക. അസറ്റിന് ഡെബിറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മെഷീനറി 80,000 എന്ന് എഴുതി. നമ്മൾ ഇവിടെ എന്ത് എഴുതും? ബൈ ഡിപ്രീസിയേഷൻ ആ വർഷത്തിന്റെ അവസാനം ആദ്യം 8,000 എഴുതും. അപ്പം എന്ത് ചെയ്യും? ബൈ ബാലൻസ് എന്ന് പറഞ്ഞിട്ട് 72,000. നമ്മൾ അതിനെന്ത് ചെയ്യും? ടോട്ടൽ ചെയ്യും 80,000. ഇവിടെ തൊട്ട് നമ്മൾ അതിൻ്റെ 80,000 എഴുതും. എന്നിട്ട് നെക്സ്റ്റ് ഇയറിലോട്ട് വീണ്ടും ചെയ്യും ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് 72,000. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ആ വർഷത്തിന് അവസാനം 7,200. സെയിം പ്രോസസ്സിങ് ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂ. എത്ര വർഷത്തേക്കാണ് അത് കണ്ടിന്യൂ? അപ്പം അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്? നിങ്ങൾക്ക് തിയററ്റിക്കലി പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ പ്രോബ്ലം കൂടി എക്സാമ്പിൾ പ്രോബ്ലം കൂടി എന്ത് ചെയ്താൽ പറഞ്ഞു തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക, ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഡിപ്രീസിയേഷൻ ഈ രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് ഡിപ്രീസിയേഷൻ പറഞ്ഞു, അതിന്റെ കോസസ് പറഞ്ഞു, 2 മെത്തേഡ്സ് നമ്മൾ പറഞ്ഞു. നമുക്ക് SQL 2 മെത്തേഡ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ള. 2 മെത്തേഡ്സും പറഞ്ഞു. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് യു മെൻ ബൈ ലിക്വിഡിറ്റി ഓർഡർ ഓഫ് അസറ്റ്സ് ഇൻ ബാലൻസ് ഷീറ്റ്? എന്താണ് ചോദ്യം? വാട്ട് ഈസ് ലിക്വിഡിറ്റി? ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ലിക്വിഡിറ്റി ഓർഡർ ആണ് പറഞ്ഞുള്ളത്. എന്താ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഐറ്റം എത്രയും പെട്ടെന്ന് നമുക്ക് ക്യാഷ് ആക്കാൻ സാധിക്കോ അതാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഏറ്റവും ലിക്വിഡിറ്റി കൂടിയ അസറ്റ് ഏതാണ്? നിങ്ങൾ പറയൂ. ഏറ്റവും ലിക്വിഡിറ്റി കൂടിയ, ഏറ്റവും പെട്ടെന്ന് നമുക്ക് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന അസറ്റ് ഏതാണ്? കറണ്ട് അസറ്റുകളാണ് ഏറ്റവും ലിക്വിഡിറ്റി കൂടിയ. ആ കറണ്ട് അസറ്റുകൾ ഒന്നിന് ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉണ്ട്. ഏതാണെന്ന് പറയൂ. ഒന്ന് കമന്റ് ചെയ്ത് എല്ലാവരും. ഏതായിരിക്കും അസറ്റ്? ഒന്ന് കമന്റ് ചെയ്യും. ഓക്കെ, പെട്ടെന്നാവട്ടെ. നിങ്ങൾക്ക് അറിയാവുന്ന ആൻസർ കമന്റ് ചെയ്താൽ മതി. ഹായ്, ഗുഡ് ഈവനിങ്. നമുക്ക് MCOMന്റെ ലൈവ് സെഷൻസ് ഇപ്പം അടുത്തായിട്ട് വരുന്നുണ്ടാവും. ഒരു 2-3 ഡേയ്സിനുള്ളിൽ ഫസ്റ്റത്തെ നിങ്ങളുടെ മാനേജ്മെന്റ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്ന പേപ്പറായിട്ട് ഞാൻ വരുന്നുണ്ടായിരിക്കും. ഇപ്പം ഏറ്റവും അടുത്ത ദിവസം തന്നെ ഉണ്ടാവും കേട്ടോ. പറയൂ, എന്താണ്? എല്ലാവരും ഉറങ്ങാണോ? ക്യാഷ് ആണ് ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി കൂടിയ എന്തെന്ന് പറയുന്നത്? അസറ്റ് എന്ന് പറയുന്നത്. ഓർത്തിരിക്കാട്ടോ. ക്യാഷ് അല്ലെങ്കിൽ
ബാങ്ക്, അതായിരിക്കും. ക്യാഷാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പറയാം. ക്യാഷ് കഴിഞ്ഞാൽ ബാങ്ക്, അതാണ് എന്തെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി കൂടിയ അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ലിക്വിഡിറ്റി ഓർഡർ? അപ്പൊ ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉള്ളതിൽ നിന്ന് പിന്നെ അതിൽ നിന്ന് കുറഞ്ഞ് ആ ഒരു ഓർഡറിൽ എഴുതുന്നതാണ് എന്തെന്ന് പറയുന്നത് ലിക്വിഡിറ്റി ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ലിക്വിഡിറ്റി ഓർഡർ എന്ന് പറയുന്നത്. എന്താണ് അപ്പൊ ലിക്വിഡിറ്റി ഓർഡർ എന്ന് നോക്കൂ. ഇറ്റ് ഈസ് ദ അറേഞ്ച്മെന്റ് ഓഫ് അസറ്റ്സ് അക്കോർഡിംഗ് ടു ഹൗ ക്വിക്ലി ദേ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്. എത്രയും പെട്ടെന്ന് ക്യാഷ് ആക്കി കൺവേർട്ട് ചെയ്യാൻ സാധിക്കുമോ എന്നതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ബാലൻസ് ഷീറ്റിൽ നമ്മുടെ അസറ്റിനെ റെക്കോർഡ് ചെയ്ത് വെക്കൂലേ, ആ ഓർഡറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ലിക്വിഡിറ്റി ഓർഡർ എന്ന് പറയുന്നത്. എന്താണ് ഓർഡർ? നമ്മൾ എങ്ങനെയാണോ എന്ത് ചെയ്യുക, ബാലൻസ് ഷീറ്റിൽ ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി കൂടിയതിന് ആദ്യം അതിന് കുറഞ്ഞ ശേഷം അത് അങ്ങനെ ഓർഡറിൽ നമ്മൾ ചെയ്യും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ലിക്വിഡിറ്റി ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ സ്ലീപ്പിംഗ് പാർട്ട്നേഴ്സ്. എന്താണ് സ്ലീപ്പിംഗ് പാർട്ട്ണർ എന്നുള്ളതാണ് നമ്മളോടുള്ള മറ്റൊരു ചോദ്യം. അപ്പൊ നമ്മളിവിടെ എന്താണ് പാർട്ട്ണർ എന്നുള്ളത് മനസ്സിലാക്കണേ. അപ്പൊ രണ്ടോ അതിലധികമോ ആൾക്കാർ കൂടി ചേർന്നിട്ടാണ് ഒരു പാർട്ട്ണർഷിപ്പ് ഫേം നമ്മൾ തുടങ്ങാന്ന് പറഞ്ഞു. അതിൽ ഓരോ ഓണേഴ്സിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. ഈ പാർട്ട്നേഴ്സ് പല തരത്തിലുണ്ടാവും. നമ്മുടെ എല്ലാ ബിസിനസ് ആക്ടിവിറ്റിയിലും സ്ഥിരമായി പങ്കെടുത്തിട്ട് ആക്റ്റീവായിട്ട് നിലനിൽക്കുന്ന പാർട്ട്നേഴ്സ് ഉണ്ടായിരിക്കാം. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് ആക്റ്റീവ് പാർട്ട്നേഴ്സ് എന്ന് പറയും. എങ്ങനെയുള്ളവരെ നമ്മൾ എന്ത് ചെയ്യും, ആക്റ്റീവ് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ വർക്കിംഗ് പാർട്ട്നേഴ്സ് എന്ന് പറയും. മറ്റൊരു ടൈപ്പാണ് നമ്മളോടുകൂടെ ചോദിച്ചിട്ടുള്ള സ്ലീപ്പിംഗ് പാർട്ട്ണർ എന്ന് പറയുന്നത്. എന്താ സ്ലീപ്പിംഗ് പാർട്ട്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സ്ലീപ്പിംഗ് പാർട്ട്ണർ ഈസ് എ പാർട്ട്ണർ who contribute capital and share of profit and losses but does not take part into day-to-day management of the business. ആ ബിസിനസിന്റെ ഡേ ടു ഡേ ആക്ടിവിറ്റിയിലോ അതിന്റെ മാനേജ്മെന്റിലോ ഒന്നും ഇടപെടില്ല. പക്ഷെ അതിൽ നിന്ന് പ്രോഫിറ്റ് ആണെങ്കിൽ ലോസ് ആണെങ്കിൽ അത് കൊണ്ടുപോകുന്നുണ്ട്, അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി ക്യാപിറ്റലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള പാർട്ട്നേഴ്സിനാണ് നമ്മൾ സ്ലീപ്പിംഗ് പാർട്ട്നേഴ്സ് എന്ന് പറയാം. എല്ലാ കാര്യത്തിലും ഇറങ്ങി വർക്ക് ചെയ്യുന്ന പാർട്ട്നേഴ്സിനെ ആക്റ്റീവ് പാർട്ട് അല്ലെങ്കിൽ വർക്കിംഗ് പാർട്ട്നേഴ്സ് എന്ന് പറയും. മറ്റൊന്ന് നോമിനൽ പാർട്ട്ണർ, മൂന്നാമത്തെ ഒരു ടൈപ്പ് നോമിനൽ പാർട്ട്ണർ. എന്താ നോമിനൽ പാർട്ട്സ് എന്ന് പറഞ്ഞാൽ they lends only his or her name to the firm. അവരുടെ നെയിം മാത്രം എന്തേ ഉള്ളൂ ഫേമിന് കൊടുത്തിട്ടുള്ളൂ. അവരെന്തില്ല ക്യാപിറ്റലോ അല്ലെങ്കിൽ മാനേജിന്റെ ഭാഗമൊന്നും അവരുണ്ടാവില്ല. പക്ഷെ അവരുടെ പെരുമാറ്റം കൊണ്ട് എന്തായിരിക്കും അവർ ഈ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ പാർട്ട്ണർ ആണെന്ന് തോന്നും. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ നോമിനൽ പാർട്ട്നേഴ്സ് എന്ന് പറയാം. ഇനി സീക്രട്ട് പാർട്ട്നേഴ്സ് ഉണ്ട്. ആരാ സീക്രട്ട് പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട്നേഴ്സ് participate in the business but his or her associates is known as the public. അവരുടെ പേര് അറിയില്ല, പക്ഷെ അവരുടെ അസോസിയേറ്റ്സിന്റെ പേര് കാര്യങ്ങളൊക്കെ ആയിരിക്കും പബ്ലിക്കിന് അറിയാം. അങ്ങനെയുള്ളതാണ് നമ്മൾ എന്താ പറയാ സീക്രട്ട് പാർട്ട്നേഴ്സ് എന്ന് പറയാ. 18 വയസ്സ് തികയാത്ത ആൾക്കാരാണ് നമ്മുടെ പാർട്ട്ണർഷിപ്പിൽ ഇല്ലെങ്കിൽ അവരെ നമ്മൾ മൈനർ പാർട്ട്നേഴ്സ് എന്ന് പറയും കേട്ടോ. അപ്പൊ മൈനർ പാർട്ട്നേഴ്സ് അവർക്ക് അതിന്റെ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ടാണ് അഡ്മിറ്റ് ചെയ്യുക. അവർക്ക് എന്തുണ്ടായിരിക്കും, ഷെയർ ഓഫ് പ്രോഫിറ്റ് ഉണ്ടായിരിക്കും. പക്ഷെ ലയബിലിറ്റി എന്ന് പറയുന്നത് മൈനർ പാർട്ട്നേഴ്സിന്റെ ലിമിറ്റഡ് ആയിരിക്കും. ഓക്കെ, നമ്മുടെ ചാനലിൽ ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കമ്മ്യൂണിറ്റി ചാനലിന്റെ ലിങ്കുകളൊക്കെ കാണാൻ പറ്റും. നിങ്ങൾ അതിലൊക്കെ ജോയിൻ ചെയ്യുക. നമ്മുടെ പ്രീവിയസ് വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ അതിനൊക്കെ കമന്റ് ബോക്സിൽ വീഡിയോ എന്തെല്ലാം കമ്മ്യൂണിറ്റിയിലെ അത് S2യുടെ ആണ് ഇഗ്നോന്റെ ഒക്കെ ഉണ്ടാവും. കറക്റ്റ് നോക്കിയിട്ട് ജോയിൻ ചെയ്യുക കേട്ടോ. ഇനി നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഇല്ല മറ്റൊരു പാർട്ട്ണർ ഉണ്ട്, പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ അല്ലെങ്കിൽ പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ എക്സാമിന് ചോദിക്കാം. നമുക്ക് ഇത് സ്ലീപ്പിംഗ് പാർട്ട്ണർ ചോദിച്ചു, ഞാനതൊരു ക്വസ്റ്റ്യൻ എടുത്തുകൊണ്ടാണ് അതിന്റെ ഒപ്പം ബാക്കിയും കൂടി പറഞ്ഞു പോകുന്നത് കേട്ടോ. എന്താണ് പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഴ്സൺ who represent himself or herself as a partner even though not actually a partner. അയാൾ ആക്ച്വലി പാർട്ട്ണർ ഒന്നുമല്ല, പക്ഷെ സമൂഹത്തിന് മുന്നിൽ അയാൾ റെപ്രസെന്റ് ചെയ്യാണ് അയാൾ അതിന്റെ ഒരു പാർട്ട്ണർ ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അയാൾ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അയാളെ വിശ്വസിച്ച ചില ആൾക്കാർ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ തേർഡ് പാർട്ടീസിനോട് എന്ത് ചെയ്യുക, ലേബിൾ ആയിരിക്കും. അതായത് എന്താണ് അവർ ആ റെപ്രസെന്റേഷൻ ചെയ്തുകൊണ്ട് അയാൾ അതിന് ലേബിൾ ആയിരിക്കും. അങ്ങനെയുള്ള പാർട്ട്നേഴ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, പാർട്ട്നേഴ്സ് ബൈ എസ്റ്റോപ്പൽ അല്ലെങ്കിൽ പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട് എന്ന് പറയുന്നത്. അപ്പൊ അതും കറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ നമ്മളിപ്പോ 10 ക്വസ്റ്റ്യൻസ് 1 മാർക്കിന്റെ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇതിൽ നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും 8 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ 8 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് സ്കോർ ചെയ്യാൻ സാധിച്ചു. ഞാൻ 10 മാർക്കിന്റെ ആണെങ്കിലും കുറച്ചധികം കാര്യങ്ങൾ എന്ത് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമാവില്ലല്ലോ, ഇതിന്റെ ബാക്കി ബിയോണ്ട് ദ ബൗണ്ടറീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതണ്ടേ. എച്ച് താലിമിന്റെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് എന്താണ്,
ലേൺ ബിയോണ്ട് ബൗണ്ടറീസ് എന്നുള്ളതാണ് അല്ലെ. അതേപോലെ തന്നെ ഈ ഒരു ബൗണ്ടറീസിന് പുറത്ത് നമുക്ക് ചോദിച്ചാലും എഴുതാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഞാനിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കമന്റ് ബോക്സിൽ, നമ്മുടെ ചാറ്റ് ബോക്സ്, ലൈവ് ചാറ്റ് ബോക്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇഗ്നോവിന്റെ ഒക്കെ കമ്മ്യൂണിറ്റി ലിങ്കും കാര്യങ്ങളൊക്കെ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ഇനി നമ്മൾ നമ്മുടെ രണ്ടാമത്തെ സെക്ഷനിലോട്ട് കടക്കാണ്. ദാറ്റ്സ് എ സെക്ഷൻ നമ്പർ ബി. ബിയിലോട്ട് കടക്കാണ്. സെക്ഷൻ ബിയിൽ നോക്കും, 2 മാർക്കിനാണ് നമുക്ക് സെക്ഷൻ ബി വരുന്നത്. നമുക്ക് 6 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇവിടെ നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. 6 × 2 12 മാർക്ക്. എത്ര മാർക്കാ? 12 മാർക്ക് നമ്മൾ സിമ്പിൾ ആയിട്ട് സ്റ്റുഡൻസ് നമ്മൾ ഇതിൽ നിന്ന് സ്കോർ ചെയ്തിട്ടുണ്ടാവണം. നമുക്ക് 1 മാർക്കും 2 മാർക്സും ഒന്നും നമുക്ക് ഒരിക്കലും പോകരുത്. 5 മാർക്സിനും 10 മാർക്സിനും കയ്യിൽ നിന്ന് കുറച്ച് പോയാലും നമുക്ക് കുഴപ്പമില്ല. കാരണം 1 മാർക്കിന് 12, 1 മാർക്കിന് 8, ഇവിടെ 12, ടോട്ടൽ 20 മാർക്ക് നമുക്ക് സിംപ്ലി കിട്ടും. പിന്നെ ഒരു 5-8 മാർക്ക് എന്തെങ്കിലും എഴുതി വെച്ചാൽ നമ്മൾ പാസ്സാവും. പിന്നെ ബാക്കിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാണ്, നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനുള്ള വഴികളാണ്. അതുകൊണ്ട് 1 മാർക്കിന്റെ സെഷനും 2 മാർക്സിന്റെ സെഷനും ഒരിക്കലും നെവർ മിസ് ഇറ്റ്. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആൻസർ എനി 6 ഓഫ് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ് വന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ എല്ലാത്തിനും 2 മാർക്ക് വെച്ചിട്ടുണ്ടാവും. എക്സ്പ്ലെയിൻ അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മളുടെ അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ബിസിനസിന്റെ ലൈഫ് പോലെയാണ് അല്ലെ. അതായത് ദ അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ലൈഫ് ഓഫ് ദി ബിസിനസ് ഡിവൈഡ് ഇൻ ടു സ്പെസിഫിക് പീരീഡ്. ഇപ്പൊ നമുക്ക് ചിലപ്പോൾ 100 വർഷം 500 വർഷമൊക്കെ പോകേണ്ട കമ്പനീസ് ഒക്കെ, ഫാമിലി ബിസിനസ് ഒക്കെ അങ്ങനെ വരിക അല്ലെ. അപ്പൊ ഇതിന്റെ 500 വർഷം കഴിഞ്ഞാൽ ബിസിനസ് എൻഡ് ചെയ്യുമ്പോൾ അതിന്റെ പ്രോഫിറ്റ് ലോസ് ഒക്കെ നോക്കിയാൽ മതി, അല്ലെങ്കിൽ അതിന്റെ സിറ്റുവേഷൻ ഒന്ന് നോക്കിയാൽ മതി. പോരാ, ഓരോ കൃത്യമായ ഇന്റർവെല്ലിൽ നോക്കണം. അപ്പൊ അങ്ങനെ നോക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ ബിസിനസിന്റെയും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ അതിന് വേണ്ടി സ്പെസിഫിക് പീരീഡുകളാക്കി തിരിച്ചിട്ടുണ്ട്. ആ പീരീഡ് ഒരു 12 മന്ത്സ് പീരീഡ് ആണ്. 1 ഏപ്രിൽ സ്റ്റാർട്ട് ചെയ്ത് 31 മാർച്ചിൽ എൻഡ് ചെയ്യുന്ന 12 മന്ത്സ് പീരീഡ് ആണ് നമ്മളുടെ അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത്. യൂഷ്വലി 1 ഇയർ ആണ് നമ്മുടെ അക്കൗണ്ടിങ് ഇയർ വരുന്നത്. ഇവിടെയാണ് നമ്മൾ നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുക. ഇത് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് എന്ത് ചെയ്യാനാണ്, അതിന്റെ കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യാനും കമ്പയർ ചെയ്യാം, പെർഫോമൻസ് കമ്പയർ ചെയ്യാനൊക്കെ പീരിയോഡിക്കലി സാധിക്കും എന്നുള്ളതാണ് ബിസിനസ്സിലെ അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, 1 മാർക്ക് പറഞ്ഞ സമയത്ത് കുറച്ച് കോൺസെപ്റ്റ് കൂടി പറഞ്ഞു, അതിനൊപ്പം ഇതും കൂടി നിങ്ങൾ എന്ത് ചെയ്യാം, പഠിച്ചു വെക്കുക കേട്ടോ. അടുത്തത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്. എന്താണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന പറയുന്നത്? ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡോക്യുമെന്റ് ആണ്. എന്തിനുള്ള? ഒരു ക്രെഡിറ്റ് ഡോക്യുമെന്റ് ആണ് അല്ലെ. അതായത് ഇതൊരു റിട്ടേൺ ഇൻസ്ട്രുമെന്റ് ആയിരിക്കും. നമ്മുടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സിൽ വരുന്ന ഒരു ഐറ്റം ആണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആൻഡ് ഇറ്റ്സ് ആൾസോ റൈറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ആയിരിക്കും. അവിടെ എന്തുണ്ടായിരിക്കും? ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു ഓർഡർ ഉണ്ടായിരിക്കും. അതിന്റെ ഡ്രോയർ അഥവാ മേക്കർ എന്ത് ചെയ്തില്ല, സൈൻ ചെയ്തിട്ടുള്ള ഡ്രോയി പേയ്മെന്റ് ചെയ്യാം എന്ന് പറഞ്ഞ ഡേറ്റിൽ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഓർഡർ എവിടെ ഉണ്ടായിരിക്കും? നമ്മളുടെ ഇതിലുണ്ടായിരിക്കും. 1881 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് ആണ് ഇതിനെ പറയുന്നത്. അപ്പൊ അത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിൽ എന്താണ് പറഞ്ഞുള്ളത്? എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് ഇൻ റൈറ്റിംഗ് കണ്ടെയ്നിങ് ആൻ അൺകണ്ടീഷണൽ ഓർഡർ. എന്താണ്? ഒരു റിട്ടേൺ ആയിട്ടുള്ള ഒന്നാണ്. അതിൽ എന്തുണ്ട്? അൺകണ്ടീഷണൽ ഓർഡർ ഉണ്ടെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് സൈൻഡ് ബൈ ദ മേക്കർ, ദാറ്റ് ഈസ് ഡ്രോയർ, ആൻഡ് ഡയറക്റ്റിംഗ് എ സെർട്ടൻ പേഴ്സൺ, ദാറ്റ് ഈസ് കോൾഡ് ഡ്രോയി, to pay a certain sum of money to certain person or the bearer of the bill. എന്താണ് bearer of the bill എന്ന് പറയാൻ കാരണം? നമ്മൾ ഇതൊരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്, ഇത് ആരെ കയ്യിലാണോ നിൽക്കുന്നത് അവർക്കാണ് നമ്മൾ പേയ്മെന്റ് എടുക്കുക. നമുക്ക് ഇത് ഒരാളുടെ കയ്യിൽ നിന്ന് മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റും. അതാണ് ഇതിനെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതിലെ പാർട്ടീസ് ആരൊക്കെയാണെന്നുള്ളതാണ് നമ്മളോടുള്ള ചോദ്യം. പ്രധാനമായിട്ടും 3 പാർട്ടീസ് ആണ് ഉണ്ടാവുക: ഡ്രോയർ, ഡ്രോയി, പേ. ഡ്രോയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൂ ഡ്രോസ് ദ ബില്ല് എന്നുള്ളതാണ് ഡ്രോയർ എന്ന് പറയുന്നത്. അതായത് ഡ്രോയർ എന്ന് പറയുന്ന സമയത്ത് ആരാണ് ഡ്രോ ചെയ്തത്? അപ്പൊ സെല്ലർ ആണെങ്കിൽ അയാളാണത് ഡ്രോ ചെയ്യുക, അതാണ് ഡ്രോയർ എന്ന് പറയുന്നത്. ഡ്രോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൂ സൈൻ ദ ബില്ല്, ഹൂ ഈസ് ദ പർച്ചേസർ ഓഫ് ദി ഐറ്റം. ആരാണോ പർച്ചേസ് അവരാണ് അതിന് സൈൻ ചെയ്യുക, അവരാണ് ഡ്രോയി എന്ന് പറയാം. പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണോ പേയ്മെന്റ് കിട്ടുന്ന ആ വ്യക്തിയാണ് ആര്? പേ എന്ന് പറയുന്നത്.
ഡ്രോയറും പേയി എന്താവാം, സെയിം പേഴ്സൺ ആവാം. ചില സിറ്റുവേഷനിൽ എന്ത് ചെയ്യാം, ഡിഫറെന്റ് പേഴ്സൺ ആവാം. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആകുമ്പോൾ ഡിഫറെന്റ് പേഴ്സണും വേണമെങ്കിൽ ആവാം എന്നുള്ളതാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിലെ 3 പ്രധാനപ്പെട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ടുള്ള അതിലുള്ള പാർട്ടീസ് എന്ന് പറയുന്നത്. അപ്പൊ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഫീച്ചേഴ്സ് ഒക്കെ ചോദിക്കുക, അത് റൈറ്റിംഗ് ആയിരിക്കും, ഒരു അൺകണ്ടീഷണൽ ഓർഡർ ഓഫ് പേ ഉണ്ടായിരിക്കും, സൈൻഡ് ഡ്രോയർ സൈൻ ചെയ്തിരിക്കും, ഡ്രോയി എന്ത് ചെയ്യണം, അത് ഒരു സൈൻ ചെയ്തിട്ടുണ്ടാവും, ഒരു എമൗണ്ട് പേയ്മെന്റ് ഉണ്ടായിരിക്കണം, അത് കറക്റ്റ് ആയിട്ട് പാർട്ടീസിനൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കണം, ഓൺ ഡിമാൻഡ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ഡേറ്റിൽ ഇതിനെ പേയ്മെന്റ് ചെയ്യുകയും വേണം. അതാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ഒക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒരു ലീഗൽ എവിഡൻസ് ഓഫ് ഡെപ്റ്റ് ഒക്കെ ആയിട്ടാണ് നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ടാവും പ്രോമിസറി നോട്ട്, അല്ലെ രാജമാണിക്യം എന്ന് പറഞ്ഞ സിനിമയിൽ മമ്മൂട്ടി സ്വന്തം ബ്രദറിനെ എന്ത് ചെയ്യാണ്, ഒരാളത്ത് നിന്ന് ഇറക്കിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, പ്രോമിസറി നോട്ട് ഒപ്പിട്ട് കൊടുക്കുന്നത്. അതേപോലെയുള്ള ഒന്ന് തന്നെയാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്നും പറയുന്നത് കേട്ടോ. അപ്പോൾ സെല്ലറെ സംബന്ധിച്ച് അയാൾക്ക് ഒരു സെക്യൂരിറ്റി കിട്ടുകയാണ്, ഈ എമൗണ്ട് ഇയാൾ ഇന്ന ദിവസം തരും എന്ന് പറഞ്ഞിട്ടില്ലേ, അതാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ് പറഞ്ഞു, ബിൽ ഓഫ് എക്സ്ചേഞ്ച് പറഞ്ഞു. ഇനി നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പ് പല തരത്തിലുണ്ടായിരിക്കാം. അൺലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ് ഉണ്ടാവും, ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ് ഉണ്ടാവും. അതിന് അങ്ങനെയുള്ളതിൽ ഒന്നാണ് LLP ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഒരു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് അഥവാ LLP എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. ഇവിടെ ഒരു പാർട്ട്ണറുടെ ആ ലയബിലിറ്റിയിൽ അല്ലെങ്കിൽ ആ ഒരു പാർട്ട്ണർഷിപ്പിൽ ഒരു പാർട്ട്ണറുടെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആയിരിക്കും, ബാക്കി പാർട്ട്നേഴ്സിന്റെ ഒക്കെ ലയബിലിറ്റി ലിമിറ്റഡ് അപ് ടു ദ സെർട്ടൻ എമൗണ്ട് ആയിരിക്കും. അവരുടെ ഷെയർ വാല്യൂ ഒക്കെ ആയിരിക്കും മെയിൻലി വരിക, ആ എമൗണ്ട് വരെ ലിമിറ്റഡ് ആയിരിക്കും. അങ്ങനെയുള്ള പാർട്ട്ണർഷിപ്പിനാണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ഈസ് എ ബിസിനസ് ഓർഗനൈസേഷൻ ദാറ്റ്സ് കമ്പൈൻ ദ ഫീച്ചേഴ്സ് ഓഫ് എ പാർട്ട്ണർഷിപ്പ് ആൻഡ് കമ്പനി. ഒരു പാർട്ട്ണർഷിപ്പിന്റെയും കമ്പനിയുടെ ഫീച്ചേഴ്സ് കൂടെ കൂടിച്ചേർന്നുള്ളതാണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ലയബിലിറ്റീസ് ഓഫ് ദ പാർട്ട്ണർ ഈസ് ലിമിറ്റഡ് അറ്റ് ദർ എഗ്രീഡ് കോൺട്രിബ്യൂഷൻ. ഒരു എഗ്രീഡ് കോൺട്രിബ്യൂഷൻ വരെ ലിമിറ്റഡ് ആയിരിക്കും. ആൻഡ് ദേ ആർ നോട്ട് പേഴ്സൺ ലയബിൾ ഫോർ ദ മിസ്കണ്ടക്ട് ഓഫ് അതർ പാർട്ട്നേഴ്സ്. ഒരു പാർട്ട്ണർ എന്ത് ചെയ്യുക, മറ്റൊരു പാർട്ട്ണറുടെ മിസ്കണ്ടക്റ്റിന് എന്തുണ്ടായില്ല, ലയബിൾ ആയിരിക്കില്ല എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പാർട്ട്ണർഷിപ്പിനാണ് LLP അഥവാ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ പാർട്ട്ണർഷിപ്പിന്റെ ഒരു ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ രണ്ടോ അതിലധികമോ പേഴ്സൺസ് കൂടി ചേർന്നുകൊണ്ട് ഒരു എഗ്രിമെന്റ് അടിസ്ഥാനത്തിൽ ഫോം ചെയ്യുന്നതാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഈ എഗ്രിമെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ഈ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറയാത്ത ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിൽ അമെന്റ്മെന്റോ കാര്യങ്ങളോ സ്പെഷ്യൽ റെസൊല്യൂഷൻ മുഖേന നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്, പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ മെയിൻ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ഇറ്റ്സ് എ മ്യൂച്വൽ ഏജൻസി, പ്രോഫിറ്റ് ഷെയറിംഗ്. മ്യൂച്വൽ ആയിട്ടുള്ള എഗ്രിമെന്റ് അടിസ്ഥാനത്തിലാണ് ഇത് ഫോം ചെയ്യുന്നത്. അവരവിടെ പ്രോഫിറ്റ് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു. അവിടുത്തെ ലയബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിരിക്കും. വോളണ്ടറി ആണ്, നിർബന്ധമല്ല രജിസ്റ്റർ ചെയ്യണം. വോളണ്ടറി അവർക്ക് എന്ത് ചെയ്യാം, 1932 പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരം അവർക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ഇന്നത്തെ എക്സാം അടിപൊളിയായി സിമ്പിൾ ആയിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എക്സാംസ് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ സ്റ്റുഡൻസ്, ഒരുപാട് സ്റ്റുഡൻസിൻ്റെ മെസ്സേജ് കാര്യങ്ങൾ എനിക്കിന്ന് വന്നു. അപ്പോൾ എല്ലാവരുടെ ആ ഒരു നല്ല ഫീഡ്ബാക്സ്, നല്ലൊരു എന്തുണ്ട് നമ്മൾ, കാരണം എക്സാം കഴിഞ്ഞിട്ട് അവരോട് ഒന്ന് പറയാൻ സാധിച്ചല്ലോ, അത് തന്നെയാണ് വലിയൊരു കാര്യം എന്നാണ്. കാരണം കുറേ ആൾക്കാർ നമ്മളോട് എന്ത് ചെയ്യുക, ഫീഡ്ബാക്സ് പറയില്ല, അത് ഓക്കെ ആയിട്ട് പോകും. പക്ഷെ നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും അടിപൊളിയാണ്. കാരണം എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, എക്സാം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഫീഡ്ബാക്സ് വന്ന് പറഞ്ഞു. ആസ് എ ടീച്ചർ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സന്തോഷം കൂടിയാണ് അതെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം എന്തായാലും എല്ലാവരും നിങ്ങളുടെ ഫീഡ്ബാക്സ് കാര്യങ്ങൾ നമ്മുടെ ലൈവ് സെഷൻസിലോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ അടിയിലൊക്കെ ആയിട്ട് നിങ്ങൾ എല്ലാവരും അറിയിക്കുക. അപ്പോൾ നിങ്ങളുടെ കമൻസ് കാര്യങ്ങളൊക്കെ ഇനി വരുന്ന സ്റ്റുഡൻസിനും ആ വീഡിയോസ് കാര്യങ്ങൾ നന്നായിട്ട് കണ്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രചോദനമാവും. നിങ്ങളത് കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ബാക്കിയുള്ള സ്റ്റുഡൻസിന് എന്ത് ചെയ്യുക, മാക്സിമം വീഡിയോസ് കാര്യങ്ങൾ അയച്ചു കൊടുത്ത് അവരെ എന്ത് ചെയ്യുക, പഠിച്ച് പാസ്സാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക കേട്ടോ. നമുക്ക് BCOE 143 പറയുന്നുണ്ട്. നമുക്ക് അതിൻ്റെ എക്സാമിൻ്റെ ഡേറ്റ്സ് കാര്യങ്ങൾ നമുക്ക് നോക്കിയിട്ട് നമുക്ക് മാക്സിമം നമുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഈ ഒരു സെഷൻ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം. ഇനി അടുത്തൊന്നാണ് എന്താണ് അക്സെപ്റ്റൻസ് ഓഫ് ബില്ല് എന്നുള്ളത്. നമ്മൾ ബില്ലുമായി ബന്ധപ്പെട്ട് തന്നെ മുന്നോട്ട് പോകണേ. എന്താണ് അക്സെപ്റ്റൻസ് ഓഫ് ബില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞു ഒരു ബില്ല്
ഡ്രോയർ മേക്ക് ചെയ്തിട്ട് ഡ്രോയ്ക്ക് കൊടുക്കും. അതിലൊരു അൺകണ്ടീഷൻ ഓർഡർ ഉണ്ടാവും, പറയണ സമയത്ത് അല്ലെങ്കിൽ സ്പെസിഫൈഡ് ഡേറ്റിൽ അല്ലെങ്കിൽ ഡ്യൂ ഡേറ്റിൽ പേയ്മെന്റ് കൊടുത്തുകൊള്ളാം എന്നുള്ളത്. ഇത് അപ്പുറത്ത് നിൽക്കുന്ന പാർട്ടി ആയിട്ടുള്ള ബയ്യർ ആയിട്ടുള്ള ഡ്രോയി അക്സെപ്റ്റ് ചെയ്യണം. അതായത് ഞാൻ തന്നുകൊള്ളാം എന്ന് പറഞ്ഞിട്ട് സൈൻ ചെയ്യണം. അതിനെയാണ് അക്സെപ്റ്റൻസ് ഓഫ് ബിൽ എന്ന് പറയുന്നത്. അക്സെപ്റ്റൻസ് ഓഫ് ബിൽ റെഫേഴ്സ് ടു ദ approval given by the drawee to pay the amount mentioned in the bill on the due date. ഡ്യൂ ഡേറ്റിൽ ഈ ബില്ലിൽ പറയുന്ന ഡേറ്റിൽ ആ പേയ്മെന്റ് കൊടുത്തോളാം എന്നുള്ളത് ഡ്രോയി അതായത് പർച്ചേസർ എഗ്രി ചെയ്യുന്നതാണ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. The drawee signifies the acceptance by signing on the face of the bill. ബില്ലിന്റെ മുകളിൽ എന്താണ് അവർക്ക് സൈൻ ചെയ്യാനുള്ള സ്ഥലം ഉണ്ടാവും, അവിടെ സൈൻ ചെയ്തുകൊണ്ടാണ് ഇതിന്റെ അക്സെപ്റ്റൻസ് കാര്യങ്ങൾ ചെയ്യുക. അതാണ് അക്സെപ്റ്റൻസ് ഓഫ് ബിൽ എന്ന് പറയുന്നത്. അടുത്തൊരു കോൺസെപ്റ്റ് ആണ് എന്താണ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്നുള്ളതാണ്. അതായത് നമുക്ക് രണ്ട് രീതിയിൽ നമ്മൾ നോക്കും. ഒന്ന് ഫിക്സഡ് മെത്തേഡിൽ നോക്കും, ഒന്ന് ഫ്ലക്ച്വേറ്റഡ് ക്യാപിറ്റൽ മെത്തേഡ്. രണ്ട് മെത്തേഡ്സിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പാർട്ട്നേഴ്സിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കാര്യങ്ങൾ നമ്മൾ പ്രിപ്പയർ ചെയ്യാറുണ്ട്. അണ്ടർ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ഓൺലി വൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് മെയിൻ. അവിടെ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരൊറ്റ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യുകയുള്ളൂ. എല്ലാ പാർട്ട്നേഴ്സിനും കൂടി സെപ്പറേറ്റ് ആയിട്ടുള്ള അക്കൗണ്ട്സ് കാര്യങ്ങൾ ഉണ്ടാവില്ല, ഒരൊറ്റ അക്കൗണ്ട് ആയിരിക്കും നമ്മൾ ഉണ്ടാവും. അപ്പോൾ അക്കൗണ്ട് മെയിൻറ്റെയിൻ ഫോർ ഈച്ച് പാർട്ട്നേഴ്സ് ആയിരിക്കും. And all transactions such as additional capital, drawings, interest on capital, salary and share of profit are recorded in the same capital. എല്ലാം ഈ സെയിം ക്യാപിറ്റൽ അക്കൗണ്ട് ആയിരിക്കും റെക്കോർഡ് ചെയ്യുക. ആൻഡ് കോസിങ് ഇറ്റ്സ് ബാലൻസ് ടു ഫ്ലക്ച്വേറ്റ്. അതിന്റെ ബാലൻസ് എന്ത് ചെയ്യും, ഓരോ സമയത്തും ഇപ്പോൾ ഓരോ ഇയറിലും എന്ത് ചെയ്യും, ഫ്ലക്ച്വേറ്റ് ചെയ്തിട്ട് മാറും. ഫിക്സറിലാവുന്ന സമയത്ത് അവിടെ ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്ത ക്യാപിറ്റൽ പിന്നെ അഡീഷണൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അത് മാത്രമേ വരുള്ളൂ. ഈ സാലറിയും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ഒരു അക്കൗണ്ടിലാണ് കാണിക്കുക. എന്നാൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട് ആകുമ്പോൾ എല്ലാം ഒന്നിലാണ് കാണിക്കുക, സെപ്പറേറ്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ അക്കൗണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ വർഷവും എന്തായിരിക്കും, പ്രോഫിറ്റ് ലോസ് ഒക്കെ മാറണം, ഡ്രോയിങ്സ് ഉണ്ടാവും, സാലറി കിട്ടും, സാലറി കിട്ടാതിരിക്കും, ബോണസ് കിട്ടും, കമ്മീഷൻ കിട്ടും, അങ്ങനെ സിറ്റുവേഷൻ വരുന്നതുകൊണ്ട് ഓരോ വർഷവും എന്തായിരിക്കും അതിലെ ക്യാപിറ്റൽ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഡിഫൈൻ ഗുഡ് വിൽ ആൻഡ് വൈ ഇറ്റ് ഈസ് കൺസിഡർ ഈസ് ആൻ ഇൻടാഞ്ചിബിൾ അസറ്റ്. എന്താണ് ഗുഡ് വില്ല്, എന്തുകൊണ്ടാണ് ഗുഡ് വിൽ എന്ത് ചെയ്ത് ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആയിട്ട് കാണുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഗുഡ് വിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഗുഡ് വിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഗുഡ് വിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള അസറ്റ് ആണ്. ഒരു ബിസിനസിനെ സംബന്ധിച്ച് അതിന്റെ വാല്യൂ, റെപ്യൂട്ടേഷൻ ആണ് ഗുഡ് വിൽ എന്ന് പറഞ്ഞത്. ഗുഡ് വിൽ ഈസ് ദ വാല്യൂ ഓഫ് എ ഫേം അല്ലെങ്കിൽ റെപ്യൂട്ടേഷൻ ഓഫ് എ ഫേം എന്ന് പറയും. അതായത് ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ സൽപ്പേര് എന്നുള്ള പറയാം. അവിടെ നമ്മൾ പറഞ്ഞു എന്തുകൊണ്ടാണ് ഗുഡ് വില്ലിനെ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, അസറ്റുകൾ പലവിധമുണ്ട്, ടാഞ്ചിബിൾ ഉണ്ട്, ഇൻടാഞ്ചിബിൾ ഉണ്ട്. കാണാനും തൊടാനും ഒക്കെ സാധിക്കുന്ന അസറ്റുകളെയാണ് നമ്മൾ ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയാം. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് എൻ്റെ അസറ്റാണ്, ഇതെൻ്റെ പെന്നാണ്, എൻ്റെ ഐപാഡിന്റെ ഐപെൻ ആണ് ഇതെനിക്ക് എന്ത് പറ്റും, നിങ്ങളെ കാണിക്കാനും എനിക്ക് തൊടാനും ഒക്കെ സാധിക്കും. നിങ്ങൾക്കും കാണാം, എനിക്കും കാണാം. സോ ഇറ്റ്സ് എൻ ഇൻടാഞ്ചിബിൾ അസറ്റ് ആണോ? അല്ല, ഇറ്റ്സ് എ ടാഞ്ചിബിൾ അസറ്റ്. ഞാൻ നിങ്ങളോട് പറയാണ്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സബ്ജക്ട്സിനെ കുറിച്ച് അത്യാവശ്യം നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നെ സംബന്ധിച്ച് എന്ത് ചെയ്യാണ്, കാണിച്ചു തരാനൊന്നും സാധിക്കുന്നില്ല. ഈ കോപ്പി റൈറ്റ്, ട്രേഡ് മാർക്ക്, പേറ്റന്റ് ഇതൊന്നും എന്ത് ചെയ്യാം, ഫിസിക്കലി ആയിട്ട് ഇങ്ങനെ ഒരു വസ്തുവായിട്ട് എനിക്ക് കാണിച്ചു തരാൻ സാധിക്കില്ല. അങ്ങനെയുള്ള അസറ്റുകൾ നമുക്ക് ഉണ്ടെങ്കിൽ അതിനാണ് നമ്മൾ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയാം. അപ്പൊ അത്തരത്തിലുള്ള ഒരു അസറ്റാണ് ഗുഡ് വിൽ എന്ന് പറയുന്നത്. അത് ഫേമിന്റെ റെപ്യൂട്ടേഷൻ, കസ്റ്റമേഴ്സിന്റെ ലോയലിറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഹയർ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടാവും. അതാണ് നമ്മൾ ഗുഡ് വിൽ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് ഇൻടാഞ്ചിബിൾ അസറ്റ് ബിക്കോസ് ഇറ്റ് ഹാസ് നോ ഫിസിക്കൽ എക്സിസ്റ്റൻസ്. ഇതിനെന്നുള്ള ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ല, ബട്ട് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗുഡ് വിൽ എന്ന് വിളിക്കുന്നു. ഈ ഗുഡ് വില്ല് ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിട്ട് മാറിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇൻടാഞ്ചിബിൾ അസറ്റ്, ഗുഡ് വില്ല്, പേറ്റന്റ്, കോപ്പിറൈറ്റ് ഒക്കെ ഇൻടാഞ്ചിബിൾ അസറ്റിന് എക്സാമ്പിൾസ് ആണ്. മെഷീനറി, ഫർണിച്ചർ, ബിൽഡിംഗ്, ബൈക്ക്, കാർ ഇതൊക്കെ എന്താണ്, ടാഞ്ചിബിൾ അസറ്റിനും എക്സാമ്പിൾസ് ആണ് കേട്ടോ. അപ്പൊ അത് ഓർത്ത് വെക്കാം. BCOC 183 ഐ തിങ്ക് കമ്പ്യൂട്ടർ ആയിരിക്കും അല്ലെ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ബിസിനസ് ആണെന്ന് തോന്നുന്നു. നമ്മൾ അതിന്റെ സെഷൻസ് ഒക്കെ നമുക്ക് വരുന്നുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് വരും കേട്ടോ. ഓക്കെ,
അപ്പം എന്തായാലും എന്ത് ചെയ്യുക, നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുക. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ മാക്സിമം എല്ലാ സബ്ജക്ട്സിൻ്റെയും കൂടി നമുക്ക് എത്താനായിട്ടാണ് മാക്സിമം എന്ത് ചെയ്യാം, നമ്മൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന സബ്ജക്ട്സ് ഒക്കെ നമുക്ക് വരുന്നതായിരിക്കും കേട്ടോ. BCOG 172 ഐ തിങ്ക് ഇന്ത്യൻ എക്കോണമി ആണ് വരുന്നത്. നമുക്ക് നോക്കാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസ്. എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെലവുകളാണ്. എന്താണ്? ഒരു ബിസിനസ്സിന് ഉണ്ടാകുന്ന ചെലവുകൾ. ഞാൻ ഇന്ന് ഒരു ചായ കുടിച്ചു, ഒരു വട കഴിച്ചു, എൻ്റെ എക്സ്പെൻസ് 25 രൂപ. അതാണ് എന്തെന്ന് പറയുന്നത്? എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ എക്സ്പെൻസുകൾ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചാവുമ്പോൾ രണ്ട് തരത്തിലായിരിക്കും. ഡയറക്റ്റ് എക്സ്പെൻസുകൾ ഉണ്ടാവും, ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ ഉണ്ടാവും. എന്താ ഡയറക്റ്റ് എക്സ്പെൻസുകളും ഇൻഡയറക്റ്റ് എക്സ്പെൻസും? നമ്മുടെ പ്രൊഡക്ഷനുമായിട്ട്, അതായത് ഒരു മാനുഫാക്ചറിങ് ബിസിനസ് ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഏത് തരം ബിസിനസ് ആയിക്കോട്ടെ, നമ്മുടെ കോർ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ട് ആ ഒരു കോർ ബിസിനസിന്റെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് നമുക്ക് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടാവുന്ന എക്സ്പെൻസുകളെ അല്ലെങ്കിൽ ചെലവുകളെയാണ് നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയാം. ഡയറക്റ്റ് ഇൻ കണക്ഷൻ വിത്ത് ദ പ്രൊഡക്ഷൻ ഓർ പർച്ചേസ് ഓഫ് ഗുഡ്സ്. പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പർച്ചേസ് ഓഫ് ഗുഡ്സുമായിട്ട് ഡയറക്റ്റ്ലി നമുക്ക് ഉണ്ടാവുന്ന എക്സ്പെൻസുകളെയാണ് നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസുകൾ എന്ന് പറയുക. ദോസ് ആർ പാർട്ട് ഓഫ് ദി കോസ്റ്റ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ് ഓർ പർച്ചേസ്. അതിന്റെ കോസ്റ്റ് ഓഫ് ഗുഡ്സിന്റെ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസറിന്റെ പാർട്ട് ആയിരിക്കും തന്നെ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയാം. അതിൽ നമ്മുടെ വേജസ്, അതുപോലെ തന്നെ നമ്മുടെ പർച്ചേസ്, ഫാക്ടറി കോസ്റ്റ് ഫാക്ടറി വർക്കേഴ്സിന്റെ കോസ്റ്റ്, അതായത് വേജസ്, ക്യാരിയേജ് ഇൻവേർഡ്, അതൊക്കെ എന്താണ് വരുന്നത്? നമ്മുടെ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതേസമയം നമുക്ക് ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ ഉണ്ടാവും. എന്താ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്? നമ്മുടെ പ്രൊഡക്ഷനുമായിട്ട് ഡയറക്റ്റ്ലി ബന്ധമില്ല. ഈ എക്സ്പെൻസ് നമുക്ക് ഉണ്ടായില്ലെങ്കിൽ പ്രൊഡക്ഷൻ നടക്കും, പക്ഷെ ഇത് നമുക്ക് ഉണ്ടെങ്കിലേ ബിസിനസ് നടക്കുള്ളൂ. അങ്ങനെയുള്ള എക്സ്പെൻസുകളാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ എന്ന് പറയുക. സാലറി, നമ്മൾ എംപ്ലോയീസിന് കൊടുക്കുക, വർക്കേഴ്സിന് കൊടുക്കുന്ന വേജസ് ഡയറക്റ്റ് ആണ്. നമ്മളിവിടെ കൊടുക്കുന്ന സാലറി എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ സംബന്ധിച്ച് അതൊരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസ് ആണ്. സാലറി എന്ന് പറയുന്നത് ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസ് ആണ്. അത് കൂടാതെ നമുക്ക് പറയുക, നമ്മൾ സ്റ്റേഷനറി പർച്ചേസ് ചെയ്ത് ഡിപ്രീസിയേഷൻ, അതുപോലെ തന്നെ നമുക്ക് ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ്, റെന്റ് പെയ്ഡ്, ഇലക്ട്രിസിറ്റി പെയ്ഡ്, ഇതൊക്കെ നമുക്ക് എന്തായിരിക്കും? നമുക്ക് നമ്മുടെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് പറയാൻ സാധിക്കും. അപ്പൊ അത് പഠിക്കുന്ന സമയത്ത് ഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് എക്സ്പെൻസും എന്താന്നുള്ളത് നമ്മൾ പഠിക്കാം. ഡയറക്റ്റ് എക്സ്പെൻസ് നമ്മളുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ, നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള ട്രേഡിംഗ് അക്കൗണ്ടിലാണ് നമ്മൾ കാണിക്കുക. എന്നാൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് നമ്മൾ എവിടെ കാണിക്കുക? നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലായിരിക്കും നമ്മൾ കാണിക്കുക കേട്ടോ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കാം. ഇനി നമുക്ക് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ 8 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. ഇതിൽ 6 ക്വസ്റ്റ്യന് 2 മാർക്ക് വെച്ച് നിങ്ങൾ നേടിയ 12 മാർക്ക്. അപ്പൊ നമ്മൾ 20 മാർക്ക് നമ്മളിപ്പോൾ എന്ത് ചെയ്തു? നമ്മൾ അക്വയർ ചെയ്തു, നമ്മൾ നേടിക്കഴിഞ്ഞു. അപ്പൊ 20 മാർക്ക് നമ്മൾ കഴിഞ്ഞു.